ശരി, കാളിദാസൻ. ഇപ്പോൾ അഹമ്മദാബാദ് കേരള സമാജം പ്രസിഡന്റായിട്ടുള്ള ഗിരീഷൻ ഇപ്പോൾ ടെലിഫോൺ ലൈനിലുണ്ട്. അഹമ്മദാബാദിലാണ് യാത്രാ വിമാനം തകർന്നു വീണത്. രക്ഷാപ്രവർത്തനം ഇപ്പോൾ എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? അഹമ്മദാബാദ് എയർപോർട്ടിന്റെ തൊട്ടടുത്ത് ഉള്ള സ്ഥലമാണ് മേഘാണി നഗർ. ആ മേഘാണി നഗറിലാണ് ഈ പ്ലെയിൻ ക്രാഷ് ആയിട്ട് വീണിരിക്കുന്നത്. അതൊരു റെസിഡൻഷ്യൽ ഏരിയയാണ്. പക്ഷെ ഈ സംഭവം ഉണ്ടായിരിക്കുന്ന ഭാഗത്ത് അധികം ആൾക്ക് താമസം ഇല്ലാത്ത ഒരു ഗ്രൗണ്ടാണ് അവിടെ. അത് നേരത്തെ ആ ഭാഗത്ത് അവിടെ എല്ലാം കുറച്ച് ഗവൺമെന്റ് ഓഫീസുകളായിരുന്നു, IG ഓഫീസുകൾ, അതുപോലെ തന്നെ മറ്റുള്ള ഗവൺമെന്റ് ഓഫീസുകളെല്ലാം അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ ആ ബിൽഡിങ്ങുകളെല്ലാം തന്നെ കാലപ്പഴക്കം കൊണ്ട് ആ ബിൽഡിങ്ങുകളെല്ലാം ഇപ്പൊ റീകൺസ്ട്രക്ഷന് വേണ്ടിയിട്ട് അത് പൊട്ടിച്ചിട്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ആ ഭാഗത്ത് അധികം ആളുകൾ തിങ്ങി പാർക്കുന്ന ഒരു സ്ഥലമല്ല. പക്ഷെ തൊട്ടടുത്തുള്ള പ്രദേശങ്ങളിലെല്ലാം വളരെയധികം ആൾക്കാർ താമസിക്കുന്ന ഫ്ളാറ്റുകളും അതും ഇതും എല്ലാം ഉണ്ട്. എങ്കിൽ തന്നെയും ഈ സംഭവം ഉണ്ടായിരിക്കുന്ന സ്ഥലത്ത് അങ്ങനെയുള്ള ഒരു അന്തരീക്ഷം അല്ല. പിന്നെ ഒരിതുള്ളത് തൊട്ടടുത്ത് തന്നെയാണ് ഗവൺമെന്റ് ഹോസ്പിറ്റൽ, അഹമ്മദാബാദ് സിവിൽ ഹോസ്പിറ്റല് ഈ സംഭവം നടന്നതിന്റെ തൊട്ടടുത്ത് തന്നെയാണ്. അതുകൊണ്ട് ഈ സംഭവം പ്ലെയിനകത്തുണ്ടായിരുന്ന ആൾക്കാരെ എല്ലാവരെയും ആംബുലൻസിൽ എത്രയും വേഗം തന്നെ അവർക്ക് സിവിൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ സാധിച്ചിട്ടുണ്ട്. അപ്പൊ ഇതിനകം അത് ഉണ്ടായിരുന്ന എല്ലാ ആൾക്കാരെയും കൊണ്ടുപോയി കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അതിൽ എത്ര പേര് സംഭവം വ്യക്തമായിട്ട് അറിയാൻ കഴിഞ്ഞില്ല. കാരണം ആ ഭാഗം എല്ലാം കംപ്ലീറ്റ് റോഡ് ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. ആർക്കും തന്നെ ആ ഭാഗത്തോട്ട് പോകാനോ വ്യക്തമായിട്ട് ഒരു വിവരങ്ങൾ അറിയാനോ സാധിക്കുന്നില്ല. ഗിരീഷൻ, 242 പേര് വിമാനത്തിൽ ഉണ്ടായിരുന്നു എന്നാണ് സൂചനയുള്ളത്. കുട്ടികൾ അടക്കമുണ്ട്. രക്ഷാപ്രവർത്തനമാണ് ഇനി ഏറ്റവും പ്രധാനപ്പെട്ടത്. മരണസംഖ്യ ഉയരുന്ന ഒരു സാഹചര്യമാണുള്ളത്. അതെ, അപ്പൊ അതില് ഒരു പേര് ഒരു മലയാളിയുടേതാണോ എന്നോ ആ ഒരു ലിസ്റ്റിൽ കാണുന്ന സമയത്ത് ഒരു മലയാളി ഉണ്ടെന്നുള്ളത് അത് സ്ഥിരീകരിക്കാത്ത ഒരു റിപ്പോർട്ടാണ്. മലയാളി ആണോ എന്നുള്ളത് വ്യക്തമായിട്ട് ഇതുവരെ നമുക്കറിയാൻ കഴിഞ്ഞിട്ടില്ല. അവരുടെ ഒരു ലിസ്റ്റിൽ ഒരു പേര് കാണുന്നുണ്ട്. അത് ഒരു സംശയം മലയാളിയാണോ എന്നുള്ളത് വ്യക്തമായി ഇതുവരെ പറ്റിയിട്ട് വേറെ മറ്റ് ഈ പ്ലെയിൻ ക്രാഷിൽ കൂടി നമുക്ക് അഹമ്മദാബാദിലുള്ള ഒരു മലയാളിക്ക് ഒരു ബുദ്ധിമുട്ടും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഉണ്ടാവാനുള്ള സാധ്യതയാണ്. ആ ഏരിയയിൽ അങ്ങനെ മലയാളികളൊന്നും താമസിക്കുന്ന ഏരിയ അല്ല. ഈ പരിക്കേറ്റവരൊക്കെ ഏത് ആശുപത്രിയിലേക്കാണ് കൊണ്ടുപോകുന്നത്? അതുപോലെ തന്നെ എപ്പോഴാണ് ഈ അപകടം ഉണ്ടാകുന്നത്? അപകടം ഉണ്ടായത് 1:48 ഈ സംഭവം ഉണ്ടായത്. ഈ ഗവൺമെന്റ് അതിന്റെ തൊട്ടടുത്ത് തന്നെയാണ് അഹമ്മദാബാദ് സിവിൽ ഹോസ്പിറ്റലിലെ ഏറ്റവും വലിയ ഹോസ്പിറ്റലാണത്, ഗവൺമെന്റ് ഹോസ്പിറ്റൽ. അവിടെ എല്ലാ സൗകര്യങ്ങളും അവിടെ ഉണ്ട്. അപ്പൊ ആംബുലൻസിൽ അവരുടെ എല്ലാവരെയും ഹോസ്പിറ്റലിൽ എത്തിച്ചിട്ടുണ്ട് ഇതിനകം വെച്ച്. അങ്ങനെയാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഈ പരിക്കേറ്റവരുടെ ആരോഗ്യനില ഇപ്പോൾ എങ്ങനെയാണ് തുടരുന്നത് എന്ന് ആശുപത്രി അധികൃതർ എന്തെങ്കിലും വിവരങ്ങൾ നൽകുന്നുണ്ടോ? അതേപ്പറ്റി ഒന്നും നമുക്ക് അറിയാൻ പറ്റില്ല. കാരണം ആ ഭാഗത്തോട്ടൊന്നും ഒരാൾക്ക് പോലും അടുക്കാൻ പറ്റാത്ത രീതിയിൽ പോലീസ് ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. ഹോസ്പിറ്റലിന്റെ ഭാഗത്തോ ഈ ആംബുലൻസിനും ഫയർ എഞ്ചിനും ഒക്കെ ഫ്രീ ആയിട്ടൊക്കെ അവർക്ക് യാത്ര ചെയ്യാനുള്ള ഇതിനു വേണ്ടിയിട്ട് എല്ലാ ബ്ലോക്കുകൾ പോകുന്നതും വരുന്നതും ആൾക്കാർ പോകുന്നതും എല്ലാം അവർ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. നന്ദി ശ്രീ ഗിരിജൻ. അഹമ്മദാബാദ് കേരള സമാജം പ്രസിഡന്റായിട്ടുള്ള സി ഗിരിജനാണ് കേരള വിഷൻ ന്യൂസിനോട് ഇപ്പോൾ പ്രതികരിച്ചത്.